ഞാനും ഷിജുവായിട്ട് ചിറ്റ്ചാറ്റിൽ ഷിജുവിനോടാണ് കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, കൊട്ടിയാഘോഷിച്ച ബ്രിക്സ് എന്ന് പറഞ്ഞ സാധനം പൊട്ടിത്താറുമാറായി. റഷ്യ പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയോട്, അതായത് അവർ ഡോളർ സിസ്റ്റത്തിലോട്ട് തിരിച്ചു വരണം. ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റഷ്യൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡോളറിനെതിരെ ഇല്ല, അവരും ഇന്ത്യയും ഗ്രാജുവലായിട്ട് ബ്രിക്സ് ചെയ്ത് പിന്മാറുകയാണ്. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ബ്രിക്സിൻ്റെ നേവൽ എക്സർസൈസ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പങ്കെടുത്തില്ല, ബ്രസീൽ പങ്കെടുത്തില്ല. ആരൊക്കെയാണ് പിന്നെ ബ്രിക്സിലുള്ളത്? ഇത് തന്നെയാണ് പല ആവർത്തി ഞാൻ പല വീഡിയോയിലും പറഞ്ഞു. അത് ഷിജുവിന് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ബ്രിക്സ് ഒരു പ്രാക്ടിക്കൽ അല്ല. എന്താണ് ഇതിന് ഷിജുവിൻ്റെ അഭിപ്രായം? കാരണം ബ്രിക്സ് പൊട്ടിപ്പാളിസാവുകയാണ് സംഭവം. ഈ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങള് സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടാതെ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും ചേർന്ന് 2009 ആരംഭിക്കും വളരെ വിഷ്ഫുൾ തിങ്കിങ് ആയിരുന്നു. കാര്യം സൗത്ത് ആഫ്രിക്കയോട് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 42% വേൾഡ് പോപ്പുലേഷനകത്തുണ്ട്, 25% GDP ഉണ്ട്. അതിനുശേഷം പിന്നെ 2025-24 ആകുമ്പോഴത്തേക്കും വീണ്ടും 6 രാജ്യങ്ങളെ കൂടെ അത് ഇൻഡക്ട് ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഏകദേശം 55% ലോകത്തിന്റെ പോപ്പുലേഷനും 40% GDP അതിനകത്തുണ്ട്. പക്ഷെ ഇവിടെ വന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, തുടക്കത്തില് ഒരു എമേർജിംഗ് നേഷന് ഒക്കെ ആയിട്ട് ബ്രിക് ആരംഭിച്ചെങ്കിലും ഇവരെ ഈ ചലഞ്ച് ചെയ്തതെന്ന് പറയുന്നത് വെസ്റ്റേൺ ഡോമിനേറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വേൾഡ് ബാങ്ക്, IMF പോലതിനെ ചലഞ്ച് ചെയ്യാനാണ് ഇവർ പദ്ധതി ഇട്ടത്. അപ്പൊ 2024 വരെ എന്ന് പറയുമ്പം, അതായത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇത് പ്രായോഗികമായിരുന്നേനെ. പക്ഷെ സംഭവിച്ചതെന്ന് പറയുന്നത്, ട്രംപിന്റെ ഇലക്ഷന് മുമ്പ്, ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഇഫ് യു പ്ലേ വിത്ത് ദ ലൂസിംഗ് നേഷൻസ്, അതായത് ഇതുപോലെ ലൂസ് ചെയ്യുന്ന രാജ്യങ്ങളുമായിട്ട് കളിക്കാനാണെന്നുണ്ടെങ്കിൽ, അതായത് അമേരിക്കയുടെ ഡോളറിന്റെ ഡോമിനൻസ് നശിപ്പിക്കാൻ ഒരു കാരണവശാലും അവർ അനുവദിക്കത്തില്ല. ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെ, പെർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഡോളറിന് വിട്ട് ഡോളറിന്റെ ഡോമിനൻസ് കുറച്ച് ലോക്കൽ കറൻസി ട്രേഡ് ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം. അങ്ങനെ ഒരു NBD ഒരു ന്യൂ ബാങ്ക് ഡെവലപ്പ് ചെയ്യുന്നു, $100 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു. എന്നിട്ട് ഈ മെമ്പർ നേഷനെയൊക്കെ സഹായിക്കാമെന്നുള്ള മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നു. ഇതെന്ത് പറഞ്ഞാലും ഇത് പാരലായിട്ടൊരു എക്കോണമി ഡെവലപ്പ് ചെയ്യാനായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു കാരണവശാലും അനുവദിക്കുന്നത് മാത്രമല്ല, ട്രംപ് അതിശക്തമായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഗ്ലോബൽ സൗത്തിനെ സഹായിക്കാമെന്ന് പറയുന്നു, പാരലായിട്ടൊരു എക്കോണമി ഉണ്ടാക്കാം, പാരലായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കാമെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ അതിഗുരുതരമായ വേറൊരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് യുണൈറ്റഡ് നേഷനെ സൈഡ് ലൈൻ ചെയ്ത് ഇവരൊരു ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അത് ബോർഡ് ഓഫ് പീസ് വരുമ്പോൾ പോലും ട്രംപ് കൊണ്ടുവരുന്ന ബോർഡ് ഓഫ് പീസ് അതുപോലും യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കിയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഈ ലോകത്തിന്റെ ഇക്കോണമിക്കകത്ത് നോക്കാൻ തികച്ച് ഇല്ലീഗലായിട്ടൊരു മൂവ് ആയിരുന്നു ബ്രിക്സ് എന്ന് പറയുന്നത്. അത് സാധ്യമാകത്തില്ലെന്ന് മാത്രമല്ല, അതുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഏത് രാജ്യങ്ങളെയും അതിശക്തമായിട്ട് അമേരിക്ക നേരിടും. US ഡോളറിന്റെ ഡോമിനൻസ് കളഞ്ഞ് പാരലായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് നേരിടുമെന്ന് മാത്രമല്ല, മെമ്പർ കൺട്രികളുടെ എക്കോണമിയെ തകർക്കുകയും ചെയ്യും. ഇന്നിപ്പോ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, നിശ്ചയമായിട്ടും ഡോളറിന്റെ ഈ ഒരു ഡോമിനൻസ് തകർക്കുന്ന വിധത്തിൽ, അത് 2024 വരെ നമ്മുടെ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഒക്കെ പോകുമ്പോൾ വിദേശത്ത് വരുമ്പോൾ പറയുന്നത്, വെസ്റ്റേൺ വേൾഡ് കഴിഞ്ഞ് ലോകം ഉണ്ടെന്ന് ചിന്തിക്കണം, ഗ്ലോബൽ സൗത്ത് വലിയ സംഭവമാകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം അന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് വളരെ സൈലന്റ് ആണ്. പക്ഷെങ്കിൽ 2025 ശേഷം ട്രംപ് അധികാരത്തിൽ വന്ന പിന്നെ ഈ ശബ്ദമൊന്നും ജയശങ്കർ കംപ്ലീറ്റ് മുഖം മൂടിപ്പോയി കേട്ടോ. വെസ്റ്റേൺ വേൾഡിനെ പറ്റി ഈ സംഭവത്തെ മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല, പാരലൽ കറൻസിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം കറൻസിയെ പറ്റി അതിലേക്ക് പോകാൻ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞത് ഇന്ത്യ തന്നെയാണ്. അതെ, കാരണം അവർക്ക് അമേരിക്കയെ പിണക്കാൻ താല്പര്യമില്ലെന്ന് ആദ്യം പറഞ്ഞത് ഇന്ത്യ തന്നെയാണ്. ഈ അമേരിക്ക പിണക്കുക എന്നുള്ളതല്ല, അമേരിക്ക ഭയപ്പെടുത്തുന്നുള്ള വിഷയം. അപ്പൊ അതിനോട് ഗതിർത്ത് നിൽക്കാൻ തയ്യാറില്ലാതെ പിന്മാറി. പിന്നീടത്ത് കാണുന്ന ഒരു പ്രധാന ഒരു ശക്തി എന്ന് പറയുന്നത് ബ്രസീലാണ്. ബ്രസീൽ തുടക്കത്തിൽ വലിയ ശക്തമായിട്ടൊക്കെ നിന്നെങ്കിലും
ബ്രസീലിന്റെയും സ്റ്റാൻഡ് മാറിക്കഴിഞ്ഞു, അമേരിക്കയോടൊപ്പമായി കഴിഞ്ഞു. അപ്പൊ ഇതിനകത്തുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ തുടക്കത്തിലുള്ള ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്ന ഒറിജിനൽ രാജ്യങ്ങളും അത് കഴിഞ്ഞ് വരുന്ന ഏകദേശം 6 നേഷൻസും. ആ രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോഴും ഈജിപ്റ്റ് ഉണ്ടാവും, സൗത്ത് ആഫ്രിക്കയുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, പിന്നെ എത്യോപ്യ ഉണ്ട്, ഇറാനുണ്ട്. ഈ രാജ്യങ്ങൾക്കകത്തൊക്കെ ഇറാന്റെ സിറ്റുവേഷൻ ഒരുപാട് ശരിയായിട്ടുണ്ട്. പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE. അല്ല, പക്ഷെ UAEയും സൗദി അറേബ്യയും വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവർക്ക് ഇതിനോട് ഈ പറയുന്ന കറൻസിയോടൊന്നും താല്പര്യമൊന്നുമില്ല. അവർ വേണമെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ബ്ലോക്കിൽ നിൽക്കും. കാരണം അത് 2 രാജ്യം അമേരിക്ക പറയുന്നതിൽ ചലിക്കുന്ന ഒരു രാജ്യമല്ലല്ലോ. അമേരിക്ക പറയുന്നത് ചലിക്കുന്ന രാജ്യമൊന്നും മാത്രമല്ല, ഈ ഒരു പാരലൽ സംവിധാനം യൂറോപ്യൻ യൂണിയൻ പോലും അമേരിക്കയുടെ മുമ്പിൽ മുട്ടുവരയ്ക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതുപോലൊരു പാരലൽ എക്കോണമി, ഒരു പാരലൽ സംവിധാനമോ ഇന്നത്തെ സിറ്റുവേഷനിൽ അമേരിക്കയുടെ മുമ്പിൽ ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, 100% ഉറപ്പായിട്ടും ബ്രിക് കറൻസി പ്രായോഗികമാകത്തില്ല. ഈ ബ്രിക് മെമ്പേഴ്സ് ഇനി ഒരു വർഷം കൂടെ മുമ്പോട്ട് പോകുന്ന സംശയമാണ്. അതായത് പാകിസ്ഥാനും ഇന്ത്യക്കാണെന്ന് പറയുന്നു. അത് അതിന് അടുത്ത ചോദ്യം, പാകിസ്ഥാനെ എടുക്കണമെന്ന് ചൈനയും അതേപോലെ റഷ്യ ആവശ്യപ്പെട്ടു. അതിനെ പിന്താങ്ങി മറ്റ് ഈ സൗദി അറേബ്യ, അതിൻ്റെ അകത്ത് പുതിയതായിട്ട് വന്ന രാജ്യങ്ങളും. അപ്പം ഇന്ത്യ വളരെ ശക്തമായിട്ട്, കാരണം ഇന്ത്യ വൺ ഓഫ് ദ മെമ്പർ നേഷനാണ്, ഫൗണ്ടിങ് മെമ്പർ നേഷനാണ്, എതിർത്തു. പക്ഷെ ചൈനയുടെ ആ ഒരു സന്ദർഭത്തിലാണ് അമേരിക്ക കയറി ഇടപെടുന്നത്. ഇതിനകത്ത് ഏറ്റവും തമാശയായിട്ട് മാറിയത് സൗത്ത് ആഫ്രിക്കയുടെ കാര്യം. കാരണം 30% ടാരിഫ് എടുത്തു കൊടുത്തു, അവൻ്റെ അവനെ പിടിച്ചങ്ങ് മുറുക്കി. ബേസിക്കലി ഈ ബ്രിക്സിനെ പറ്റി ആൾക്കാർ ഇന്ത്യയെ പറഞ്ഞുണ്ടാക്കിയത് മുഴുവൻ കെട്ടുകഥകളല്ലേ. ബ്രിക്സ് ഒരു പുസ്തകത്തിൽ വായിക്കുകയാണെങ്കിൽ ബ്രിക്സ് വളരെ നല്ല കാര്യമാണ്. കാരണം ബ്രിക്സിനകത്തുള്ള ഈ പറയുന്ന മാർക്കറ്റ് ഉണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, പിന്നെ പൊളിറ്റിക്കൽ ഒരു അലൈൻമെന്റ് ഉണ്ടാക്കുന്നുണ്ട്, എക്കണോമിക് അലൈൻമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ $100 ബില്യൺ എന്ന് പറയുന്നത് മെമ്പർ നേഷനെ സഹായിക്കുമെന്ന്, ബാലൻസ് ഓഫ് ട്രേഡ് സഹായിക്കുന്ന, പിന്നെ ഒരു പൊളിറ്റിക്കൽ, സോഷ്യൽ, ഒരു നേവൽ യൂണിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു പുറത്തു നിന്ന് നോക്കുന്ന ഏത് രാജ്യത്തിനും വളരെ ഒരു നേറ്റോയ്ക്ക് പകരം പോലോ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷന് പകരം പോലോ ഫോം ചെയ്യുന്നത് ഒരു ഫീൽ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ചൈനയുടെ ഡോമിനൻസും ചൈനയുടെ ഉദ്ദേശശുദ്ധിയും വളരെ ക്വസ്റ്റനബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ മെമ്പർ നേഷന് പരസ്പരം വിശ്വാസമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഇത് സക്സീഡ് ചെയ്യത്തില്ല, സക്സീഡ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഈ പറയുന്ന ഡോളർ, ഇപ്പം ഈ ഡോളർ വാല്യൂ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ, ലോക്കൽ കറൻസി ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു വന്ന് റഷ്യ പോലും പിന്മാറിക്കഴിഞ്ഞു എന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് പറയുന്നത്. അതെ, അപ്പൊ പിന്മാറിക്കഴിഞ്ഞു. പിന്നെ ആരാണ് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ വരുന്നത്? പിന്നെ ഏറ്റവും ഗുരുതരമായ ഒരു ചോദ്യം, ഒരു ചോദ്യം എനിക്കുണ്ട്. ഇന്ത്യ തത്വത്തിൽ അംഗീകരിച്ചു, നമ്മളിപ്പോൾ പറയുമ്പം അങ്ങനല്ല, ബ്രിക്സ് എന്തോ വലിയ സംഭവമാണ്, ഇന്ത്യ മഹത്തായ സംഭവമാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ അമേരിക്കയിലേക്ക് അഗ്രി ചെയ്തിട്ടുണ്ട് $500 ബില്യൺ പർച്ചേസ് ചെയ്യാം. $500 ബില്യൺ എനർജിയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ എനർജി അമേരിക്കയുടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബ്രിക് കറൻസി കൊടുത്താൽ മതിയോ? അതിന് ഡോളർ വേണ്ടേ? ആ ഡോളർ എന്ന് പറയുന്നത് ഇന്ത്യയിലല്ലോ പ്രിന്റ് ചെയ്യുന്നത്. പകരം ട്രേഡ് ചെയ്യാതെ ഇന്ത്യയിലേക്ക് ഡോളർ കിട്ടുമോ? പിന്നെ ഏത് ഭാഗത്താണ് 200-240 മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുന്ന $1 ബില്യൺ ട്രേഡ് ചെയ്യുന്നത്? നമ്മൾ $500 അമേരിക്കയിലേക്ക് ട്രേഡ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ എവിടെയാണ് നമുക്കൊരു റൂം ബ്രിക്കിനകത്ത് ട്രേഡ് ചെയ്യാൻ? അതായത് 2 അടിച്ചുണ്ടാക്കിയ കഥകളാണ് ഇതൊക്കെ മുഴുവനും, കെട്ടുകഥകൾ. അതേപോലെ ഇത് നമ്മൾ അകത്തോട്ട് ഡീപ്പായിട്ട് വായിച്ചു നോക്കുമ്പോൾ, അതിൻ്റെ അകത്ത് ചിന്തിച്ച് നോക്കുമ്പോൾ ഇത് ചൈനയുടെ ഒരു ഹിഡൻ അജണ്ടയാണ് ഈ സംഭവം. അതെ, അത് മറ്റൊരു സൈഡ്, ആ ഹിഡൻ അജണ്ടയെ മുക്കിക്കൊല്ലാൻ പോകുന്ന ഇന്ത്യ മാത്രമല്ല, ചൈനയെ ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നില്ല. ചൈനയുടെ എക്കണോമിക് പോളിസി, മോണിറ്ററി പോളിസി വിശ്വസിക്കുന്നില്ല. ചൈനയുടെ ഇന്റഗ്രിറ്റിയും ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നില്ല. എല്ലാവരും സംശയത്തോടെ മാത്രമാണ് കാണുന്നത്. അതിനകത്ത് ആ ചൈനയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യ നിന്നതെന്ന് തന്നെ ബ്രിക്കിനകത്തേക്ക് എൻട്രി എന്ന് പറഞ്ഞാൽ തന്നെ തുടക്കത്തിൽ ഗുരുതരമായിരുന്നില്ല. പക്ഷേ ഒരു ബാങ്ക് ഫോം ചെയ്യുന്നതും പാരലൽ കറൻസി ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഡിസാസ്ട്രസ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചോളം. അത് പ്രായോഗികമല്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആവണം ഈ ബ്രിക് കറൻസി ട്രേഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ആവണം നമ്മുടെ പുതിയ ട്രേഡ് ഡീലിനകത്ത് $500 ബില്യൺ പർച്ചേസ് അമേരിക്ക ഡിമാൻഡ് ചെയ്യുന്നത്. എനിക്കത് അതിൻ്റെ ഒരു ഹിഡൻ അജണ്ടയാണ് സംഭവം. അതെ, കാരണം $500 ബില്ല് 5 വർഷം കൊണ്ട് ചെയ്യണമെന്ന് പറയുന്ന ഇന്ത്യ ഒരു കാരണവശാലും ബ്രിക്സിൽ പോകരുത്. അമേരിക്ക അത് ഗ്യാരണ്ടിയാണത്.
മറ്റ് ട്രേഡ് ചെയ്യാനുള്ള റൂം നമുക്കില്ല. ഒരു സാധാരണ ആലോചിച്ചേക്കുക, ഒരു സർക്കാർ ശമ്പളം കിട്ടുന്ന സാധാരണ ശമ്പളം കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥനും സ്കൂൾ അധ്യാപകനും അവന്റെ വരുമാനം മുഴുവൻ ഒരു ഏരിയയായി ചെലവഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അധികം ഇല്ലല്ലോ ചെലവഴിക്കാനായിട്ട്. നമ്മുടെ പർച്ചേസ് അമേരിക്കയെ അടിസ്ഥാനമാക്കി വന്നു കഴിയുമ്പോഴത്തേക്ക് വേറെ റൂമില്ല നമുക്ക് റഷ്യയുമായിട്ടോ ചൈനയുമായിട്ടോ ഡീൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേറൊരു കറൻസി ഡീൽ ചെയ്യാനായിട്ട്. അല്ല, അതിനേക്കാൾ ഇൻട്രസ്റ്റ് 500 ബില്യൺ അമേരിക്കയായിട്ട് മാത്രം 5 വർഷം ഡീല് ചെയ്യണമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രത്യേക സംഭവമുണ്ട്. ഇന്ത്യക്ക് ഈ ഫർദർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ലിമിറ്റേഷനായി. അതെ, കാരണം ഒരു വർഷം ഏകദേശം 700-800 ബില്യൻ്റെയാണ് ഒരു വർഷം ഇന്ത്യ ഡീൽ ചെയ്യുന്നത്, ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി എവിടുന്ന് ഈ പണമുള്ളത്? ഇന്ത്യക്ക് വികസിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അതനുസരിച്ചുള്ള എക്സ്പോർട്ട്, അതായത് ഏർണിങ്സ് വർദ്ധിപ്പിക്കണം. അത് എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതാവാം, വിദേശത്ത് പുറത്ത് വർക്ക് ചെയ്യുന്ന അയക്കുന്ന റെമിറ്റൻസ് ആവാം, ഇതൊക്കെ ആവാം. പക്ഷെങ്കിൽ ഈ ഇത്ര വലിയൊരു ഗ്രോത്ത് അല്ലെ ഇത്ര വലിയൊരു ഒരു ഗ്രോത്ത് ഈ ചുരുങ്ങിയ കാലത്തിനകത്ത് ഉണ്ടാകാനുള്ള ഇന്ത്യക്കുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ശരിക്കും എക്കണോമിക്കലി ഇപ്പം ഈ അമേരിക്ക ഇന്ത്യയിലേക്കുള്ള ട്രേഡ് ഡീലിനകത്ത് സൈൻ ചെയ്യാൻ ആവശ്യപ്പെടുമ്പം ഒരു 100 കൂട്ടം അമേരിക്കയുടെ ആവശ്യങ്ങള് ഇന്ത്യ അംഗീകരിച്ചാൽ മാത്രമേ അവസാനത്തെ സിഗ്നേച്ചർ നടക്കത്തുള്ളൂ. അതിന്റെ ഭാഗമാണ് 500 ബില്യൺ ട്രേഡ്. അതിന്റെ ഭാഗമാവാം ഈ പറയുന്ന ബോർഡ് ഓഫ് പീസിനകത്ത് സൈൻ ചെയ്യേണ്ടി വരിക. അതിന്റെ ഭാഗമാകാം അമേരിക്കയുടെ നിന്ന് ഡിഫൻസ് എക്യുപ്മെന്റ് വാങ്ങേണ്ടി വരിക. അതിന്റെ ഭാഗമാകാം റഷ്യയിൽ നിന്ന് ഒരു ഓയിൽ വാങ്ങിക്കാതിരിക്കുക എന്ന കണ്ടീഷൻ. ഇത് മുഴുവനും പിടിമുറിക്കും. നമുക്ക് ഒരു പക്ഷേ നമ്മൾ പറയുമ്പം ഒരു ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ ഒരു സാധാരണ കാഴ്ചക്കാരന് തോന്നുന്നതെന്ന് പറയുന്നത് ഇന്ത്യ ഒരു മഹാസംഭവമല്ലേ, മോദിജി വലിയൊരാളല്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ക്ലാസ് സിസ്റ്റം നിലനിന്ന സമയത്ത്, അതായത് ഒരു ജാതീയ വ്യവസ്ഥ നിലനിന്ന സമയത്ത് ഒരു വരേണ്യ വർഗം ഒരു ശൂദ്രനെയോ ഒരു ചണ്ടാളനെയോ കാണുന്ന രീതിയിൽ മാത്രമേ ഇന്ത്യ വൈറ്റ് ഹൗസിലേക്ക് വരുന്നുള്ളൂ. അത് അല്പം കടന്നുപോയി ഭാഷയെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡ് എക്കോണമിയിൽ ഒരു പ്രധാന ഒരു പാർട്ട്ണർ അല്ല. ഇന്ത്യയെ ഒഴിവാക്കി അമേരിക്കയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയും, പക്ഷെ അമേരിക്ക ഒഴിവാക്കി ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഈ ട്രേഡിനകത്തും ഇത്തരം അഭ്യാസങ്ങൾക്കകത്ത് നമ്മൾ ഇടപെടാനായിട്ട്. അല്ല, അതിൻ്റെ വേറെ ഇഷ്യൂസ് ഉണ്ട്. അത് മാത്രം ട്രേഡ് മാത്രമല്ല, സെക്യൂരിറ്റി ഇഷ്യൂസ്, ചൈനീസ് പൊട്ടൻഷ്യൽ ത്രെട്ട്, പാകിസ്ഥാൻ ത്രെട്ട്, ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ ത്രെട്ട്, ആരാ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാൻ, ചൈന ഒരു ഭാഗത്ത് ഉണ്ടാവാം, പക്ഷെ പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നൊക്കെ പറയുന്നത് വെറും ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് മാത്രമല്ല, ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ട്രിഗർ ചെയ്യാവുന്ന ത്രെട്ടുകൂടാണ്. ഇഷ്ടം പോലെ താല്പര്യപ്രകാരം ഏത് സമയത്തും അതെ ആക്ട് ചെയ്യാവുന്ന ത്രെട്ടും കൂടാണ്. അപ്പൊ അതും വളരെ വിവേകപൂർവ്വം ഹാൻഡിൽ ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അമേരിക്കയെ വിട്ട് ഈ വരുന്ന ഇന്ത്യ മാത്രമല്ല ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഒരു യൂണിപോളാർ വേൾഡിലേക്ക് അമേരിക്കയുടെ സ്ട്രെങ്ത് വർദ്ധിക്കുന്നതനുസരിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിനകത്ത് കാണുന്നു 78% അമേരിക്കയുടെ ബാലൻസ് ഓഫ് ട്രേഡ് കുറഞ്ഞു. അതായത് ഈ പറയുന്ന ഡെഫിസിറ്റ് കുറഞ്ഞു, ഡെഫിസിറ്റ് ട്രേഡ്. അപ്പൊ 72% എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു വളർച്ചയുണ്ട് അമേരിക്കയിൽ. എന്തുകൊണ്ടാണ് ബാക്കി 22% വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചില വസ്തുക്കൾക്ക് ഇപ്പോഴും ഈ പറയുന്ന ഇമ്പോർട്ട് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്, അത് മാറുന്നുണ്ട്. അപ്പൊ അമേരിക്കയുടെ ഒരു മൈന്യൂട്ട് ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഈ എൻവയോൺമെന്റൽ ഇഷ്യൂവിനകത്തുണ്ടായിരുന്ന ബാനും ഈ പറയുന്ന എമിഷനകത്തുള്ള പ്രശ്നങ്ങളും ഒക്കെ അമേരിക്ക സോൾവ് ചെയ്യുന്നത് മാത്രമല്ല എക്സിക്യൂട്ടീവ് ഓർഡറിലേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അമേരിക്ക വീണ്ടും ഒരു പഴയ ഇൻഡസ്ട്രിയത്തിലേക്ക്, അമേരിക്കയുടെ ഒരു സെക്കൻഡ് കമ്മിങ്ങിലേക്ക് അമേരിക്ക നന്നായിട്ട് എക്കോണമി മാത്രമല്ല അവരുടെ ട്രേഡ്, എക്കോണമി, ഡിഫൻസ്, ലോകരാജ്യങ്ങൾക്കകത്തുള്ള അവരുടെ ഇമ്പോർട്ടൻസ് എല്ലാം അതിശക്തമായിട്ട് അമേരിക്ക മുന്നേറുകയാണ്. അതിനെതിരെ നിൽക്കാൻ ഇന്നൊരു രാജ്യമില്ലെന്നുള്ളതാണ് സത്യം. അപ്പൊ ഏതാ അവിടെ ഇരിക്കുന്നത്? അപ്പൊ എന്താണ് ഈ മാർക്ക് കാർണിയുടെ ഉദ്ദേശം? അത് നല്ല ചോദ്യമാണ്. മാർക്കാണ് എനിക്ക് അങ്ങനെ ഒരു ഓപ്പണായിട്ട് പറയുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിലും എനിക്കൊരു സംശയമുണ്ട്. മാർക്കാണി എന്ന് പറയുന്നത് അമേരിക്കയുടെ എതിരാളിയാണോ അതോ അമേരിക്കയുടെ കയ്യിലെ ഒരു പാവയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അതായത് ഈ പറയുന്ന കാനഡയ്ക്ക്, അതായത് അതിബൃഹത്തായിട്ടുള്ള
ലാൻഡ് ബോർഡർ, കോമൺ ലാൻഡ് ബോർഡർ, സെക്യൂരിറ്റിയോ സേഫ്റ്റിയോ ഒന്നും ഇല്ലാത്ത ലാൻഡ് ബോർഡർ, ഓപ്പൺ ലാൻഡ് ബോർഡർ ഉള്ള രാജ്യത്ത് ഇവിടേക്ക് ചൈനീസ് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിച്ച് കൊണ്ടുവരാൻ മാത്രമുള്ള ഫൂളിഷ്നെസ് മാർക്കാണ്ട ഭാഗത്തുണ്ടോ? അങ്ങനെ ആകർഷിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമേരിക്ക അത് അനുവദിക്കുമോ? ചൈനീസ് കാറുകൾ വന്നാൽ എന്ത് ചെയ്യും? ഏത് ചൈനീസ് കാറുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ 49,000 കാറുകൾ അവിടെ വരുമെന്നാണ് പറയുന്നത്, ഇലക്ട്രിക് കാറുകൾ വരുമെന്നൊക്കെ പറയുന്നത് ഇനി ഒരു പക്ഷേ 51ാമത്തെ സ്റ്റേറ്റ് ആകാനുള്ള മാർഗമാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു പക്ഷെ അമേരിക്കയ്ക്ക് ആവശ്യപ്പെടാൻ ന്യായമായിട്ടും പറയാൻ പറ്റുമല്ലോ, ഇങ്ങനെ കാനഡയെ മുമ്പോട്ട് വിടുന്നത് അമേരിക്കയുടെ സേഫ്റ്റിക്ക് യോജിച്ചതല്ല, അതുകൊണ്ട് ഇനി ഒരു മാർഗമേ ഉള്ളൂ, ഇതിനെ നമ്മൾ 51ാമത്തെ സ്റ്റേറ്റ് ആക്കാം എന്ന് പറഞ്ഞാൽ അതിൽ പങ്കാളിയാണോ മാക്കാണി എന്നാണ് എന്റെ സംശയം. എങ്ങനെയുണ്ട് കാനഡയുടെ എക്കോണമി, ജോബ് റേറ്റും സംഭവമൊക്കെ? കാനഡയുടെ എക്കോണമി നന്നായി, കാനഡ എക്കോണമിയെ ബാധിച്ചിട്ടില്ല, കാര്യമായിട്ട് ബാധിച്ചിട്ടില്ലെങ്കിലും അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു ട്രേഡ് വാറിനകത്ത് കാനഡയുടെ എക്കോണമി അഫക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊരു ദീർഘനാളത്തേക്കുള്ള, അതായത് ഗുരുതരമായ ഒരു പ്രശ്നമായിരിക്കത്തില്ല. പക്ഷെ അമേരിക്കയുടെ ഡിമാൻഡ് എല്ലാം അംഗീകരിക്കുന്ന വിധത്തിൽ, കാര്യം കാനഡ എന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്കയുടെ ശത്രുവാകുന്നില്ല. അമേരിക്കയെ വിട്ട് കാനഡയ്ക്ക് നിലനിൽപ്പില്ല, അത് രണ്ടു കൂട്ടർക്കും പരസ്പരം അറിയാം. ഇപ്പൊ തൽക്കാലമുള്ള ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ അമേരിക്കയുടെ ഡിമാൻഡ്സ് ഒക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ളതാവാം. നമ്മളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് കാനഡയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടും. ഇതേ പറ്റൂ. മെക്സിക്കോയുമായിട്ട് സെറ്റിൽ ആയോ? മെക്സിക്കോയുമായിട്ടും സെറ്റിൽ ആയിട്ടില്ല. മെക്സിക്കോയും അമേരിക്കയും നിലനിർത്തുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജൂലൈ 31-ാം തീയതിയാണോ ജൂൺ 30-നാണോ നോക്കുന്നില്ല, അതായത് USMCAയുടെ നെഗോസിയേഷനകത്ത് ബൈ ലോ അതിനകത്തൊരു സൺസെറ്റ് ക്ലോസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായത്. അതിന്റെ കണ്ടീഷൻസ്, അത് ഫ്രീ ട്രേഡ് ആണ്. അപ്പൊ അമേരിക്കയും മെക്സിക്കോയും കാനഡയും ചേർന്നുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നാഫ്ത എന്ന് പണ്ടറിഞ്ഞിരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ പറയുന്ന USMCA എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫ്രീ ട്രേഡ് അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് അമേരിക്കയ്ക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം കാനഡയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം അമേരിക്കയിലേക്ക് ഫ്രീ ട്രേഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു എന്റെ കണ്ടീഷൻ, ഇപ്പം ടാരിഫ് വരുന്നതിന് മുമ്പുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് തന്നെ മെക്സിക്കോയിലും സംഭവിക്കുന്നു. അവിടെ തൊഴിലാളിക്ക് ശമ്പളം കുറവാണ്, അല്ലെങ്കിൽ ചെലവ് കുറവാണ്, ലേബർ കോസ്റ്റ് കുറവാണ്, മറ്റ് പൊല്യൂഷൻ ഇഷ്യൂസ് ഒക്കെ ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരുപാട് മാനുഫാക്ചറിങ് അമേരിക്ക വിട്ട് മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോ ഇൻഡസ്ട്രി കാനഡയിലേക്കും മറ്റേ സിമെന്റ് അതുപോലുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് മെക്സിക്കോയിലേക്കും പോയി. അപ്പൊ ആ USMCA വീണ്ടും റീവർക്ക് ചെയ്യണം. അപ്പൊ ജൂലൈ 31-ന് മുമ്പ് ഇതിന്റെ കണ്ടീഷൻസ് വീണ്ടും അത് റിവൈസ് ചെയ്യുകയോ റീവർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനകത്തൊരു ക്ലോസ് ആണ് സൺസെറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡീൽ അങ്ങ് എക്സ്പയർ ആകും. അപ്പൊ ഇതിനകത്ത് വിഡ്രോ ചെയ്യാൻ അമേരിക്ക താല്പര്യമില്ല. പക്ഷേ ജൂലൈ 31 വരെ ഇത് നെഗോഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന മെക്സിക്കോയോടും കാനഡയോടും ഇത്തരം ഒരു കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി നിർത്തി ജൂലൈ 31 കഴിയുമ്പം, അതായത് വീണ്ടും അമേരിക്ക കാനഡ ബന്ധം ശരിയാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ കാര്യം ചെയ്യട്ടെ, ഇപ്പം ഈ ഗ്ലോബൽ എക്കോണമിക്കകത്ത് ഇപ്പോൾ അമേരിക്കയുടെ ഒരു വലിയ ബൂം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതേ ബൂം എന്തുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാവുന്നില്ല? അത് നല്ല ഒരു ചോദ്യമാണ്. ഇതെന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ബൂം അല്ല ഉണ്ടാകുന്നത്. ഇത് ട്രംപ് ലീഡ് ചെയ്യുന്ന ഒരു അമേരിക്കൻ ഇക്കോണമിയുടെ ഒരു ബൂമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ ഗ്ലോബലൈസേഷന് ശേഷം നന്നായിട്ട് അമേരിക്കയുടെ ഒരു ഇൻഡസ്ട്രിയെയും പുരോഗതിയെ നന്നായിട്ട് ബാധിച്ചിരുന്നു. ഈ നേട്ടങ്ങൾ മുഴുവനും ഏറ്റവും കൂടുതൽ കൊണ്ടുപോയത് മാനുഫാക്ചറിങ് ചൈനയിലേക്ക് പോയത് ചൈനയാണ്. അങ്ങനെയാണ് ചൈനയുടെ വളർച്ച ഉണ്ടാകുന്നത്. അതായത് വെറും 960 ബില്യണിൽ നിന്ന് ഈ ഒരു 22 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് 20 വർഷം കൊണ്ട് ചൈന വളർന്നതെന്ന് പറയുന്നത് അമേരിക്കയിലെയും യൂറോപ്പിന്റെയും നഷ്ടപ്പെട്ട മാനുഫാക്ചറിങ് ബേസ് ആണ്. അത് തിരികെ കൊണ്ടുവരാൻ വേണ്ടി യൂറോപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, യൂറോപ്പിനുള്ള ശക്തിയില്ലതാണ്. പക്ഷെ ട്രംപ് വന്നപ്പോൾ ഒരു വ്യവസായിയായിട്ടുള്ള ട്രംപ് വന്നപ്പം ആദ്യത്തെ ടേമിൽ ഒരു പക്ഷേ ഒരു എക്സ്പെരിമെന്റ് മാത്രമായിരുന്നു. രണ്ടാമത്തെ ടേമിൽ ട്രംപിന് ഈ അധികാരം നഷ്ടപ്പെട്ടത് നന്നായെന്ന് ആണ് ഒരു പക്ഷേ എന്റെ അഭിപ്രായം. കാരണം ആ 4 വർഷം സ്വസ്ഥമായിട്ട് ഇന്ന് ചിന്തിക്കാനും പദ്ധതികൾ പ്ലാൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ ആദ്യം ചെയ്തതെന്ന് പറയുന്നത് ക്യാപിറ്റൽ മൊബിലൈസേഷൻ ആയിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലേക്ക് പോയി $20 ട്രില്യൺ അമേരിക്ക അക്യുമുലേറ്റ് ചെയ്തത്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പം ഒരു വ്യവസായിക്ക് അറിയാം ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ പണമാണ് വേണ്ടത്. അതിനുശേഷം
ഡിഫൻസിലേക്ക് $1 ട്രില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഇൻഡസ്ട്രി ടാരിഫ് കൊണ്ടുവന്ന വഴി പറയുന്നു നിങ്ങൾക്ക് 20%, 30%, 40% ടാരിഫ് ഉണ്ട്. പക്ഷേ ഈ അമേരിക്കയ്ക്കുള്ളിൽ മാനുഫാക്ചർ ചെയ്യുകയാണെന്ന് ഈ ടാരിഫ് ഇല്ല. അതുകൊണ്ട് ഒരുപാട് ഒട്ടുമിക്ക കമ്പനികളും ഈ മാനുഫാക്ചറിങ് അമേരിക്കയിലേക്ക് നീക്കി. കഴിഞ്ഞ മാസത്തെ ജോബ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 70,000 ജോലിയായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. 70,000 ജോലിയായിരുന്നു നമ്മൾ ജോബ് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസ് സെക്രട്ടറിയുടെ പ്രസ്താവന കേട്ടു, 2,35,000 ശരിക്കുള്ള ജോലി എന്ന് പറയുന്നത്. എത്രയോ ഇരട്ടിയാണ്. ഇത് മുഴുവൻ 100% ഈ പണമെന്ന് പറയുന്നത് ഈ ജോലി എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ്. അതായത് ഗവൺമെന്റ് സെക്ടറിൽ ജോലി കൊടുക്കുന്നില്ല. അപ്പം അമേരിക്ക വളരെ ഭംഗിയായിട്ട് ഗവൺമെന്റിന്റെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത് മാത്രമല്ല, എക്കോണമിക്കകത്ത് വലിയൊരു ബൂമുണ്ട് താനും. അവിടുത്തെ റെക്കോർഡ് ലോയിലാണ് അമേരിക്കയുടെ അൺഎംപ്ലോയ്മെന്റ് നിൽക്കുന്നത്. അമേരിക്കയുടെ ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ അധികം കൂടുതലാണ്. അമേരിക്കയിലെ ഇൻഫ്ലേഷൻ വളരെ കുറഞ്ഞു. പെട്രോളിന്റെ ഗ്യാസിന്റെ പ്രൈസ് വളരെയേറെ കുറഞ്ഞെന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ പറയുമ്പോൾ ഗാലനിലാണ് കണക്കാക്കുന്നത്. ഏകദേശം ഗാലന് $2 മാത്രമേ ഗാലന് $2.5 ഉള്ളൂ എന്നാണ് ട്രംപ് വീരവാദം മുഴക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. അപ്പൊ ഒരു രാജ്യത്തിന്റെ വ്യവസായത്തിന് അല്ലെ ഇൻഡസ്ട്രിയുടെ പുരോഗതിക്കും ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് എക്കോണമി വേണം, പണം വേണം. അത് അതിഭയങ്കരമായിട്ട് അതിഭീമമായിട്ട് ട്രംപ് സ്വരൂപിച്ചു. അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ഗവൺമെന്റ് ഉണ്ട്, സംശയവുമില്ലാതെ അമേരിക്കയ്ക്കുണ്ട്. ഡിഫൻസ് സംവിധാനമുണ്ട്. മൂന്നാമത് വേണ്ടതെന്ന് പറയുന്നത് എനർജിയാണ്. ഇന്ന് അമേരിക്കയുടെ കയ്യിലുള്ള എനർജി അത്രയും ലോകത്ത് ആരുടെയും എനർജി ഇല്ല. കാരണം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഏറ്റവും പുതിയൊരു ഭാഗം വരുന്നത് തോന്നുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഹ്യൂജ് ആയിട്ടുള്ള എനർജി യൂസേജ് ആവശ്യമുണ്ട്. അപ്പൊ ട്രംപിന്റെ ആദ്യത്തെ 3-4 മാസക്കാലം ഈ എനർജി നെസസിറ്റി, ഈ ആവശ്യകത ഇത് സോൾവ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് സെക്ടറിലേക്ക് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ കൊടുക്കാമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതിന് ഒരുപാട് അപകടം ഉണ്ടാവാം, ഒരുപാട് ഡേഞ്ചർ ഉണ്ടാവാം. ഒക്കെ ചെറിയ ന്യൂക്ലിയർ പ്രൈവറ്റ് സെക്ടറിലേക്ക് ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വൈകി വന്ന ബുദ്ധിയാണ്. അതായത് ചൈന ഈ പറയുന്ന റെയർ എർത്തിന് എതിരെ നിയന്ത്രണം ഉണ്ടാക്കിയപ്പോൾ അമേരിക്കയ്ക്ക് വൈകി വന്ന ബുദ്ധിയാണ് ലോകത്തെ ഓയിൽ മുഴുവൻ അമേരിക്കയുടെ കൈപ്പിടിയിലാക്കുക എന്നുള്ളത്. ഇന്ന് എനർജി സെൽഫ് സഫീഷ്യന്റ് ആണെന്ന് മാത്രമല്ല, സർപ്ലസ് എനർജിയാണ് അമേരിക്കയ്ക്കുള്ളത്. ഞാനൊരു കാര്യം ഇതിനകത്തൊരു ഇടപെടുന്ന എന്തുകൊണ്ടാണ് ഇപ്പൊ റെയർ എർത്തിന്റെ കാര്യം വലിയ ഇഷ്യൂ ആയിട്ട് അമേരിക്ക പറയുന്നത്? കാരണം അതിന് ബേസിക്കലി അവർ വേറെ റിസോഴ്സ് ഉണ്ടാക്കിയോ? റെയർ എർത്തിന് എനിക്ക് വ്യക്തമായിട്ടൊരു ധാരണ എനിക്കിപ്പോൾ ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ അഭിപ്രായം ചൈന റെയർ എർത്തിന്റെ നിയന്ത്രണങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അൺഒഫീഷ്യലി കാണുന്ന വിഷയം എന്ന് പറയുന്നത്. റെയർ എർത്തിനകത്തുള്ള ബുദ്ധിമുട്ട് നിയന്ത്രണം മാറ്റിയിട്ടുണ്ട്. റെയർ എർത്തിനകത്തുള്ളത് ചൈനയ്ക്കൊരു ഡോമിനൻസ് ഉണ്ടെന്ന് പറയുന്നത് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, ഇത് റിഫൈൻ ചെയ്തെടുക്കുന്ന സംവിധാനവും ചൈനയിലാവുള്ളൂ. പ്രോസസ് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന റെയർ എർത്ത്. അതിപ്പം നമുക്ക് ഉദാഹരണം മനസ്സിലാവുന്ന ഏറ്റവും എളുപ്പം മനസ്സിലാവുന്നത് ടൈറ്റാനിയം നമ്മുടെ കടൽത്തീരത്തുള്ളതാണല്ലോ. അതും ഇതിനകത്ത് ഏർപ്പെടുന്നൊരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്യൂരിഫിക്കേഷനും വർക്കുക കൂടെ ചൈനയിലൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ചൈന അതിന് വലിയ പ്രാധാന്യം കൊടുത്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2 കാരണങ്ങളുണ്ട്. പല വികസിത രാജ്യങ്ങളും ഇതുപോലുള്ള ഇത്തരം മിനറലുകളെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് അവിടെ എൻവയോൺമെന്റ് സംവിധാനം അനുവദിക്കുന്നില്ല. ഇത് കാറ്റിലേക്ക് വിടുക എന്നും പറയുന്നൊന്നും പ്രായോഗികമല്ല. അപ്പൊ ചൈനയ്ക്ക് ഇത്തരം നിയന്ത്രണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചൈനയുടെ ഇത് വൻതോതി വളർന്നു എന്ന് മാത്രമല്ല, അത് ചൈനയുടെ കയ്യിലായി അതിന്റെ നിയന്ത്രണം മുഴുവൻ. അത് ഉറപ്പായിട്ടും അമേരിക്ക ചൈനയുടെ നിന്ന് മാറ്റിയെടുക്കുമെന്ന് മാത്രമല്ല, തൽക്കാലം ഓയിലിന് വില പേശും. കിട്ടുന്നെങ്കിൽ മാത്രമേ ഓയിൽ ലഭിക്കത്തുള്ളൂ എന്ന സിറ്റുവേഷനിലേക്ക് എത്തും. ഇപ്പൊ ഈ ഒരാഴ്ചയ്ക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇറാന്റെ ഓയിലും അമേരിക്കയുടെ കൈപ്പിടിയിൽ വരും എന്നുള്ളതാണ് സത്യം. അത് വന്നു കഴിഞ്ഞാൽ 90% ലോകത്തിന്റെ ഓയിൽ റിസർവും അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും. അതായത് പെട്രോ ഡോളർ അവർ ഡോമിനേറ്റ് ചെയ്യും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബ്രിക്കിന് വേണമെങ്കിൽ ഒരു മറുവശം കൂടെ നമുക്ക് ആലോചിക്കാം. ഈ ബ്രിക് കറൻസിക്കകത്ത് ട്രേഡ് ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ തന്നെ പെട്രോൾ വേണമെങ്കിൽ ഡോളർ കൊടുക്കേണ്ടി വരും. വളരെ സിമ്പിളാണ്. എനിവേ നല്ലൊരു അതുകൊണ്ടാവാം റഷ്യ അതിലേക്ക് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല പിന്മാറിയത്. ഇത് പിന്മാറുന്നത് മാത്രമല്ല, ഒരു വിഷയം കൂടെ, ബ്രിക്സ് എന്ന് പറയുന്ന ആ സംവിധാനം പ്രസ്ഥാനത്തിന് നിലനിൽക്കുമെന്ന് അറിയണം. കാര്യം ഇന്നും ബ്രിക്സിന്റെ ലീഡർഷിപ്പിലുള്ളതെന്ന് പറയുന്നത് ഇന്ത്യയാണ്.
അപ്പൊ അടുത്ത മീറ്റിംഗിൽ ഇന്ത്യയുടെ എന്താ എക്സിറ്റ് ആയിരിക്കും, മിക്കവാറും എക്സിറ്റ് ആയിരിക്കും, അല്ല വേറെ വഴിയൊന്നുമില്ല. കാരണം അമേരിക്കൻ പ്രഷർ ഭയങ്കരമായിട്ട് അധികം. എനിവേ നല്ലൊരു ചിറ്റ് ചാറ്റ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.